നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. തുടർച്ചയായ രണ്ടാം കളിയിലാണ് മുംബൈ ഇന്ത്യൻസ് പൊട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആരാധകർക്ക് നിരാശയുണ്ട്. മികച്ച ടീമാണ്, മികച്ച ബാറ്റിംഗ് നിരയുണ്ട്, മികച്ച ബൗളിംഗ് നിരയുണ്ട്. എന്നിട്ടും തുടർച്ചയായ 2 തോൽവികൾ. ഈ തോൽവി എന്ന് പറഞ്ഞാൽ ഗുവാഹട്ടിയിൽ മഴ പെയ്ത് കുതിർന്ന് ഒടുവിൽ 11 ഓവറായി ചുരുക്കിയ ഒരു മത്സരമാണ്. ആ മത്സരത്തിൽ വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും ചേർന്ന് എടുത്തിട്ട് അലക്കി 150 റൺസ്. 11 ഓവറിലാണ് 150 റൺസ് അടിച്ചത്. യശസ്വി ജയ്സ്വാൾ 73 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു. സൂര്യവംശി 39 റൺസ്. മറുപടി ബാറ്റിങ്ങിൽ മുംബൈ ഇന്ത്യൻസ് 9 വിക്കറ്റ് 123 റൺസാണ് അടിച്ചത്. 27 റൺസിൻ്റെ തോൽവി. തീർച്ചയായിട്ടും വൈഭവ് സൂര്യവംശി യശസ്വി ജയ്സ്വാൾ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഈ ഒരു മത്സരം പൂർണ്ണമായിട്ട് മുംബൈ ഇന്ത്യൻസിൽ നിന്ന് എടുത്തു കൊണ്ടുപോയത്. അത് കളിക്ക് ശേഷം ഹാർദിക് പാണ്ഡ്യ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ ബൗളിംഗ് അത് അപ് ടു ദി മാർക്കായിരുന്നില്ല. ഞങ്ങൾ എറിയേണ്ടിടത്തല്ല എറിഞ്ഞത്, എക്സിക്യൂഷൻ പാളിപ്പോയി. അതോടൊപ്പം അവരുടെ ഓപ്പണർമാർ വളരെ ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തി. 2 കൂടി ചേരുമ്പോഴാണ് ഇങ്ങനെ കളി കൈവിട്ടു പോയത് എന്ന് ഹാർദിക് പാണ്ഡ്യ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. 80 റൺസാണ് 5 ഓവറിൽ യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ചേർന്ന് അടിച്ചെടുത്തത്. മഴയ്ക്ക് പിന്നാലെ സിക്സർ മഴ. 14 പന്തുകളിൽ നിന്ന് 39 റൺസാണ് സൂര്യവംശി അടിച്ചത്. ജയ്സ്വാൾ സൂര്യവംശി പോയിട്ടും തൻ്റെ പ്രകടനം തുടർന്നു. 32 പന്തിൽ നിന്ന് 77 റൺസ് അടിച്ച് പുറത്താകാതെ നിൽക്കുകയും ചെയ്തു. മറുപടി ബാറ്റിങ്ങിൽ മുംബൈക്ക് പവർ പ്ലേയിൽ തന്നെ 3 വിക്കറ്റുകൾ നഷ്ടമായിരുന്നു. 3.2 ഓവറായിട്ട് ചുരുക്കിയ പവർ പ്ലേയിൽ വിക്കറ്റുകൾ തുരുതുര വീണത് അവർക്ക് പണിയായി. ഒടുവിൽ 123 റൺസ് 9 വിക്കറ്റ് എന്ന രൂപത്തിൽ അവരുടെ ഇന്നിങ്സ് അവസാനിച്ചു. ജോഫ്രെ ആർച്ചർ ഫസ്റ്റ് ബ്രേക്ക് ത്രൂ കൊടുത്തു. പിന്നാലെ സന്ദീപ് ശർമ്മയും നാന്ദ്രെ ബർഗറും രവി ബിഷ്ണോയും ഒക്കെ അവരുടേതായിട്ടുള്ള ജോലി ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഓരോ കളിക്ക് ശേഷവും നമ്മൾ വിശദമായിട്ടുള്ള റിവ്യൂ പറയാറുണ്ട്. അത് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും ക്രിക്കറ്റ് എക്സ്പേർട്ടുകളുടെ വിശകലനങ്ങളും ഒക്കെ പരിശോധിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് പറയുന്നതാണ്. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് ആ ആദ്യത്തെ 20 പന്തുകളില്ലേ എന്ന് പറഞ്ഞാൽ പവർ പ്ലേ, ആ പവർ പ്ലേയിൽ തന്നെ യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും കളിയെടുത്തങ്ങ് കൊണ്ടുപോയിരുന്നു. നോർമലി അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അഗ്രസീവാണ്. ആ അഗ്രസീവ്നെസ്, ആ ഒരു അഗ്രസീവ് ഇൻസ്റ്റിങ്ക്റ്റ് 11 ഓവറായിട്ട് കട്ട് ഷോട്ട് ചെയ്ത കളിയിൽ അവർ ഒന്നുകൂടി കൂടുതൽ പുറത്തെടുത്തു. സ്വാഭാവികമാണല്ലോ, ഓൾ ഔട്ട് ആകുമെന്ന ഭയം വേണ്ട, അങ്ങ് ആഞ്ഞടിക്കാം. ആ ലൈസൻസ് കൂടി അവർക്ക് കിട്ടിയപ്പോൾ അവരങ്ങ് പൊളിച്ചെടുക്കുകയായിരുന്നു. ഫസ്റ്റ് ഓവർ എറിയാൻ ട്രെൻറ്റ് ബോൾട്ടിനല്ല കൊടുത്തത്, മറിച്ച് ദീപക് ചാഹർക്കാണ്. ജയ്സ്വാൾ അതങ്ങ് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്തു. ആദ്യ പന്ത് 4, രണ്ടാമത്തെ പന്ത് 6, അടുത്ത പന്ത് 4, പിന്നെ ഒരു ഡോട്ട് ബോൾ, പിന്നെ 2 4കൾ. അവിടെ തന്നെ കളി ഏത് നിലക്കാണ് പോവുക എന്നതിൻ്റെ കൃത്യമായ വ്യക്തമായ തെളിവ് നമുക്ക് ലഭിച്ച് കഴിഞ്ഞിരുന്നു. പിന്നെയാണ് നമ്മളൊക്കെ കാത്തിരുന്ന ആ വമ്പൻ പോരാട്ടം. 15-കാരനായിട്ടുള്ള വൈഭവ് സൂര്യവംശി ജസ്പ്രീത് ബുംറ എന്ന ലോകത്തെ ഏറ്റവും മികച്ച പേസറെ എങ്ങനെ നേരിടും? അവൻ കൃത്യമായിട്ട് കാണിച്ചു തന്നു. അവൻ ഡെലിവറിയാണ് നോക്കുന്നത്, ഡെലിവററെയല്ല. ബോളാണ് നോക്കുന്നത്, ബോളറെയല്ല. കൃത്യമായിട്ട് ആദ്യ പന്ത് തന്നെ സിക്സറിലേക്ക് അടിച്ചു. അതൊരു സ്ലോട്ട് ബോളായിരുന്നു, ഓൺ ദി സ്ലോട്ട് ബോളായിരുന്നു. അവനത് സിക്സറിലേക്ക് അടിച്ചു. ആ ഓവറിൽ വീണ്ടും അവൻ സിക്സർ അടിക്കുന്ന കാഴ്ചയും കണ്ടു. പിന്നെ സംഭവിക്കുന്നത് എന്താ? ട്രെൻറ്റ് ബോൾട്ടിനും കൊടുക്കുന്നു അടി. അത് 2 ഭാഗത്തു നിന്നുള്ള അടിയാണ് എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് യശസ്വി ജയ്സ്വാളും അടിക്കുന്നു, അതുപോലെ സൂര്യവംശിയും അടിക്കുന്നു. അങ്ങനെ അതിവേഗത്തിൽ അവർ സ്കോർ ചെയ്ത് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒടുവിൽ ഷാർദുൽ താക്കൂറിൻ്റെ പന്തിൽ അവൻ പുറത്തായി. അത് ഈ പറഞ്ഞ പോലെ മികച്ചൊരു ഷോട്ട് തന്നെയായിരുന്നു. പക്ഷേ ബൗണ്ടറി ലൈനിൽ മികച്ചൊരു ക്യാച്ച് എടുത്തുകൊണ്ട് അവനെ പറഞ്ഞു വിടുകയായിരുന്നു. ഏതായാലും അവൻ പോയിട്ടും ഒട്ടും കുറവുണ്ടായിരുന്നില്ല റണ്ണൊഴുക്കിന്. കാരണം എന്താ അറിയോ? യശസ്വി ജയ്സ്വാൾ തൻ്റേതായിട്ടുള്ള രീതിയിൽ അടി അതുപോലെ തുടരുകയായിരുന്നു. മുംബൈ ഇന്ത്യൻസിനെതിരെ അല്ലെങ്കിലും യശസ്വി ജയ്സ്വാളിൻ്റെ ഒരു രീതി അതാണ്. ഒന്നുകിൽ പൊളിച്ചെടുക്കും, അല്ലെങ്കിൽ നേരത്തെ പോകും. അപ്പോൾ ഇവിടെ പൊളിച്ചെടുക്കാൻ തന്നെ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് അദ്ദേഹത്തിന് 2 സെഞ്ചുറികളുണ്ട് മുംബൈ ഇന്ത്യൻസിനെതിരെ. അതേസമയം 15 റൺസിന് താഴെയുള്ള 5 സ്കോറുകളും ഉണ്ട് എന്ന കാര്യം നോക്കണം. 8 ഇന്നിങ്സിൽ നിന്നാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-1 സംഭവിക്കുമല്ലോ. ഇവിടെ സംഭവിച്ചത് പൊളിച്ചെടുക്കലാണ്. അവസാനം വരെ ക്രീസിൽ നിന്നുകൊണ്ടുള്ള പൊളിച്ചെടുക്കൽ.
23 പന്തുകളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി വന്നത്. ഹാർദിക് പാണ്ഡ്യയെ പോയിന്റിലൂടെ അടിച്ച് പറത്തിക്കൊണ്ടാണ് ആ ഒരു അർദ്ധ സെഞ്ചുറിയിലേക്ക് അദ്ദേഹം എത്തിയത്. സൂര്യവംശി പുറത്തായതിനു ശേഷം പിന്നെ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, കാര്യങ്ങൾ ഏറ്റെടുത്ത ഒരാൾ നടത്തണം. അത് പൂർണ്ണമായിട്ടും യശസ്വി ജയ്സ്വാൾ തന്നെ ഏറ്റെടുത്തു. അങ്ങനെയാണ് ഈ ഒരു വമ്പൻ സ്കോറിലേക്ക് ഒടുവിൽ അവർ പോകുന്നത്. 11 ഓവർ കഴിയുമ്പോൾ 150 റൺസ്. ആ സ്കോർ ബോർഡ് തന്നെ തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസിന് വലിയ രൂപത്തിലുള്ള ഒരു ബേർഡനായിട്ട് മാറിയിട്ടുണ്ടാകും. ഒരു പ്രഷർ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടാകും. കൃത്യമായിട്ട് പറഞ്ഞാൽ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടിൽ 4 അതായത് ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ട് അവസാനിക്കുന്ന 5 ഓവർ അവസാനിക്കുമ്പോഴാണ്, 5ാമത്തെ ഓവറിലാണ്. അപ്പം 80 റൺസാണ് അടിച്ചിരുന്നത്. വൈഭവ് സൂര്യവംശി പുറത്താകുമ്പോൾ 80 റൺസ്. 278.57 സ്ട്രൈക്ക് റേറ്റിലായിരുന്നു പയ്യൻ്റെ താണ്ഡവം. 14 പന്തിൽ നിന്ന് 39 റൺസ്. പിന്നെ ജുറൽ വന്ന് അല്ലാ ഗസൻഫറുടെ പന്തിൽ LBW ആയിട്ട് പോയി 2 റൺസ്. കഴിഞ്ഞ കളിയിൽ ജുറൽ വളരെ നന്നായിട്ട് കളിച്ചാണ്. ക്യാപ്റ്റൻ റിയാൻ പരാഗിൻ്റെ വക ഒരു 4ഉം 2 സിക്സറും നമ്മൾ കണ്ടു. 10 പന്തിൽ നിന്ന് 20 റൺസ് അദ്ദേഹത്തിൻ്റെ സംഭാവന കൃത്യമായിട്ട് കൊടുത്തു. പിന്നെ ഹെറ്റിയാണ് വന്നത്. ഹെറ്റി 7 പന്തിൽ നിന്ന് 6 റൺസ്. അതേസമയം യശസ്വി ജയ്സ്വാൾ 63 മിനിറ്റ് ക്രീസിൽ നിന്ന് 32 പന്തുകളിൽ നിന്ന് 10 4ഉം 4 സിക്സും അടക്കം 240.62 സ്ട്രൈക്ക് റേറ്റിൽ 77 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നിടത്ത് കളി മുംബൈ ഇന്ത്യൻസ് തോറ്റ് കഴിഞ്ഞിരുന്നു. 150 റൺസ് ചേസ് ചെയ്യുമ്പോൾ അതിന് വേണ്ടത് എന്താ? വമ്പൻ സ്കോറാണ്. 11 ഓവറിൽ 150 എന്ന് പറയുമ്പോൾ അതിന് വേണ്ടത് തീർച്ചയായിട്ടും കിടലിനൊരു തുടക്കമാണ്. അതിട്ട് കൊടുക്കാൻ റിയാൻ റിക്കിൾട്ടനും അതുപോലെ നമ്മുടെ ഹിറ്റ്മാനും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടിന് കഴിയാതെ പോയി. പിന്നാലെ മറ്റ് ബാറ്റർമാരുടെയും വിക്കറ്റുകൾ വീണു. അതായത് 20 ബോളുകളാണ് പവർ പ്ലേ, 3.2 ഓവറുകൾ. അവിടെ തന്നെ അവർ കളി പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നോക്കുക, 14 റൺ റേറ്റിനടുത്ത് വേണം തുടക്കം മുതൽ. റിയാൻ റിക്കിൾട്ടൺ ജോഫ്രെ ആർച്ചറെ സിക്സറിന് അടിച്ചുകൊണ്ടൊക്കെ തുടങ്ങിയെങ്കിലും പിന്നാലെ അധികം ടോപ്പഡ്ജ് കൊണ്ട് ജുറൽ പുറകോട്ടോടി ക്യാച്ച് എടുത്ത് പുറത്താകുന്നു. സൂര്യകുമാർ യാദവ് നാന്ദ്രെ ബർഗറുടെ ബോളിലൊരു സിക്സറൊക്കെ അടിച്ചെങ്കിലും പിന്നീട് ഹാർഡ് ലെങ്ത് ബോളിൽ അദ്ദേഹം പുറത്താകുന്നു. രോഹിത് ശർമ്മയാവട്ടെ ഒരിക്കൽ കൂടി സന്ദീപിൻ്റെ മുന്നിൽ LBWയിൽ കുരുങ്ങി മടങ്ങുന്നു. കഴിഞ്ഞു. അപ്പോൾ RRൻ്റെ പവർ പ്ലേ 20 പന്തുകളിൽ നിന്ന് 59 റൺസായിരുന്നെങ്കിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ പവർ പ്ലേ 20 പന്തുകളിൽ നിന്ന് 29 റൺസിന് 3 വിക്കറ്റാണ്. RRന് വിക്കറ്റുകളൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. സീ ദി ഡിഫറൻസ്. ആ ഡിഫറൻസ് തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസിനെ പുറകോട്ടടിച്ചു. മുംബൈ ഇന്ത്യൻസ് പവർ പ്ലേയിൽ എറിഞ്ഞ ബോളുകൾ അത് ഇവർ രണ്ടുപേരും ചേർന്ന് താഞ്ഞടിച്ചതുകൊണ്ടാണ്. മറ്റൊന്ന് ഹാർദിക് പാണ്ഡ്യ പറഞ്ഞ പോലെ കൃത്യമായ പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയാതെ പോയി. അവിടെ തന്നെ കളി പോയിരുന്നു. പിന്നെ ഈ 3 വിക്കറ്റുകൾ വീണതിന് ശേഷം മുംബൈ പിന്നീട് മുന്നോട്ട് പോകുന്നുണ്ട്. പിച്ച് ഒരൽപ്പം ടാക്കിയായി മാറുന്നുണ്ടായിരുന്നു. കളി പുരോഗമിക്കുന്നവരും പിച്ച് ടാക്കിയായിട്ട് വരുന്നുണ്ടായിരുന്നു. സോ അത് കൃത്യമായിട്ട് RRൻ്റെ ബൗളർമാർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ലെഗ് സ്പിന്നർ രവി ബിഷ്ണോയി വിക്കറ്റുകളെടുത്ത് ഇപ്പം ഏറ്റവും കൂടുതൽ വിക്കറ്റുമായിട്ട് പർപ്പിൾ ക്യാപ്പ് ചാർട്ടിൽ മുന്നോട്ടേക്ക് പോവുകയാണ്. ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയെയും അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഓവറിൽ തന്നെ പുറത്താക്കി വിട്ടു. അപ്പോൾ MI 46-ന് 5 5 ഓവറിൽ 46-ന് 5. പിന്നെ എങ്ങനെയാണ് 150ലേക്ക് പോകാൻ പോകുന്നത്? പിന്നെ 6 ഓവറാണ് ബാക്കി. ദെൻ അടുത്തത് ഷെർഫൈൻ റുദർഫോർഡും നമാൻ ദിറും ചേർന്നുകൊണ്ട് ഒരു ശ്രമം നടത്തി. 17 പന്തുകളിൽ നിന്ന് 47 റൺസാണ് രണ്ടുപേരും ചേർന്ന് അടിച്ചത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഹോപ്പ് വരുന്നുണ്ടായിരുന്നെങ്കിൽ അതും തൊട്ടു പിന്നാലെ തന്നെ സന്ദീപിൻ്റെ ആ ഒരു മുന്നോട്ട് ചാടിയുള്ള ആ ഒരു ക്യാച്ച്, റുദർഫോർഡിനെ പറഞ്ഞയച്ചു കൊണ്ടെടുത്ത ക്യാച്ച്, അതോടുകൂടി മുംബൈയുടെ പ്രതീക്ഷകൾ അവിടെ അവസാനിക്കുകയായിരുന്നു. പിന്നെ പൂർണ്ണമായിട്ടും കളി അങ്ങ് തീരുമ്പോൾ 27 റൺസിൻ്റെ പരാജയം മുംബൈ ഇന്ത്യൻസ് വാങ്ങിക്കൂട്ടിയിരുന്നു. മുംബൈയുടെ സ്കോർ കാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ തുടക്കത്തിലെ വീഴ്ച തന്നെയാണ് അവർക്ക്. 150 ഒരു വലിയ സ്കോറാണ്, എന്നാലും തുടക്കത്തിലെ വീഴ്ച തന്നെയാണ് അവർക്ക് അതിനിടയിലേക്കുള്ള എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇല്ലാതെയാക്കിയത്. രോഹിത് ശർമ്മ 6 പന്തുകളിൽ നിന്ന് 8 റൺസാണ്, 6 പന്തിൽ നിന്ന് 5 റൺസാണ് അടിച്ചത്. റിയാൻ റിക്കിൾട്ടൺ 4 പന്തിൽ നിന്ന് 8 റൺസാണ് അടിച്ചത്. സൂര്യ 3 പന്തിൽ നിന്ന് 6 റൺസാണ് അടിച്ചത്. തിലക് 10 പന്തിൽ നിന്ന് 14 റൺസാണ് അടിച്ചത്. ഹാർദിക് പാണ്ഡ്യ 6 പന്തിൽ നിന്ന് 9 റൺസാണ് അടിച്ചത്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. ടോപ്പ് ഓർഡറിൻ്റെ സംഭാവന ഇതാണെങ്കിൽ പിന്നെ 150 എന്നുള്ള സ്വപ്നം കാണേണ്ടതില്ല. എന്നാലും ഒരു ശ്രമം നടത്തി ഹാർദിക് പാണ്ഡ്യക്ക് പോയതിനു ശേഷം നമാൻ ദിറും ഷെർഫൈൻ റുദർഫോർഡും ചേർന്നുകൊണ്ടുള്ള
ഒരു ശ്രമം പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. സോ നമാന്തിർ 13 പന്തുകളിൽ നിന്ന് 3 മിനിറ്റ് ക്രീസിൽ നിന്നിട്ട് 3 ഫോറും ഒരു 6ഉം അടക്കം 25 റൺസ് അടിക്കുന്നുണ്ട്. ഷർഫൻ റുദർഫോർഡ് 8 പന്തിൽ നിന്ന് 2 ഫോറും 2 6ഉം അടക്കം 25 റൺസ് അടിച്ചു. പിന്നെ ഷാർദുൽ താക്കൂറിൻ്റെ വക 8 റൺസ്, ദീപക് ചാഹർ 6 റൺസുമായിട്ട് പുറത്താകുന്നു. ട്രെൻറ്റ് ബോൾട്ട് 1 റൺസ് റണ്ണൗട്ടായി. ബുംറ 5 റൺസുമായിട്ട് പുറത്താകുന്നു. ഇതാണ് മുംബൈയുടെ ഒരു ഇന്നിങ്സ് 123-ന് 9 എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഒരിക്കൽ കൂടി മികച്ച ബൗളിംഗ് പ്രകടനം ജോഫ്രെ ആർച്ചർ നടത്തി. 2 ഓവറിൽ 17 റൺസിന് 1 വിക്കറ്റ്. ഈ 11 ഓവറിൻ്റെ കളിയിൽ ഇത് മികച്ച ഒരു ബൗളിംഗ് തന്നെയാണ്. ബർഗർ 2 വിക്കറ്റ് എടുത്തു. 2 ഓവറിൽ 21 റൺസിന് 2 വിക്കറ്റ്. സന്ദീപ് 2 വിക്കറ്റ് എടുത്തു. 3 ഓവറിൽ 26 റൺസിന് 2 വിക്കറ്റ്. മികച്ച ബൗളിംഗ് ആണ്. പിന്നെ 2 ഓവറിൽ 25 റൺസിന് 2 വിക്കറ്റ് രവി ബിഷ്ണോയും എടുത്തു. അങ്ങനെ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് രാജസ്ഥാൻ റോയൽസ് ഈ കളി പിടിച്ചിരിക്കുന്നത്. ഇതിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ടീമിന് തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളുണ്ട്. പോയ സീസണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൃത്യമായ ലക്ഷ്യത്തിലേക്ക് അവർ കളിക്കുന്നുണ്ട്. അതിനൊത്ത വണ്ണം കാര്യങ്ങൾ നീക്കാൻ കുമാർ സംഗക്കാര എന്ന ഒരു മഹാനായ താരം അവരുടെ കോച്ചായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അതേസമയം മുംബൈ ഇന്ത്യൻസിന് ഈ വക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ്. ശരിക്കും പറഞ്ഞാൽ മലിംഗ ബൗളിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കാൻ, പിന്നെ ജയവർദ്ധന എവിടെയുണ്ട്, നല്ല ബാക്ക്റൂം സ്റ്റാഫും അതുപോലെ നല്ല മികച്ച സ്ക്വാഡുമുണ്ട്. എന്നിട്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഏതായാലും അടുത്ത കളിയിൽ ഇനിയിപ്പോൾ QDK കളിപ്പിക്കുമോ എന്നുള്ളത് കണ്ടിരുന്നു. ചില ഓപ്ഷൻസ് അവർക്ക് അവിടെ എന്തായാലും ലഭ്യമാണല്ലോ. അത് ഉപയോഗിച്ച് അവരെന്ത് മാറ്റം വരുത്തുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.